കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എത്രയും ദയുള്ള മാതാവേ, സ്നേഹം ദീർഘസമയം ദയമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. It feels like all the songs have probably all been sung, but I wanna bring you something true, something that moves you. I don't have words to tell you how much you're worth. I wanna bring you something something that moves you from the dawn to the dusk of my day.
to my soul and with here is my heart and just one phrase. I love you, I love you, I love you. When I say it, I mean it, it's true. And I hope you can see something for you. that I do. You know it might be enough. Happy wedding day. സമയം എടുത്ത് ചെയ്താൽ മതി. Wait, there's one more thing. You have a what is this? Beautiful melodies, but I wanna bring you a song that's mine for the rest of my life. Makeup. Mine for the rest of my life. സാധാ പോകരുത്. Wait, last one more thing, Reshma. കരയല്ലേ? കരയല്ലോ. I love you. When I say I mean it, it's true. And I hope you can see it in all that I do. I know it might No crying. Not yet. You all look really nice. Like really nice. And it's nothing new, but still I choose. I love you. 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 I do. Trap House Mob. Roll another one. Trap House Mob. Do you see it how I see it? Don't you hear my eyes? Feel it like I feel it, won't you? Kid, did I see badal? I've shown you how much I love. Don't tell me I am looking through rose-colored glasses. Maname, oire, usire, onakina pesida. Kanave, nanavira orida. Maname, usire, oire, onakina pesida. Kanave, kara toda pakda. Maname, oire, usire, maname, oire, usire, nida. Slowly, I'm fading slowly into evergreen. We last forever, fading, fading into memory, where we last forever.
feels right. All I ever wanted was to make it right. Open up and watch me turn around and let me know. Here we are again in the afterglow. We don't have to question anymore. ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായ യഹോവയെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതനായിരിക്കുന്ന ഞങ്ങളുടെ രേഷ്മയെയും ആദർശനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ അവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ ഔസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാകന്മാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണം. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. ആമേൻ. സ്നേഹപിതാവായ എന്താ വിവാഹത്തിനാകാൻ പോകുന്ന രേഷ്മയും ആദർശിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധിയോടും മാതൃകയോടും കൂടി ഒരു നല്ല വിവാഹ ജീവിതം നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെല്ലാ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നൽകണമേ. മാതൃകാപരമായി ജീവിക്കാൻ ഇവിടെ ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഇവരെ അമ്മയുടെ കരങ്ങളിലും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് അങ്ങ് തുണയായിരിക്കുകയാണെന്ന് എത്രയും ദയുള്ള മാതാവേ, to make it right. Open up and watch me turn around and let me know. Here we are again in the afterglow. We don't have to question anymore. Slowly I'm fading slowly into evergreen. We last forever, fading into memory, where we last forever.
തുറക്കുന്ന സമയം പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷത്തിൻ്റെ സുദിനമാണ് ഇന്ന്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആദർശും രേഷ്മയും വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ദൈവം ഇവരെ ഒരുമിച്ച് ചേർക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ആദർശിൻ്റെയും രേഷ്മയുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സന്ദേശം നൽകുന്നതിനും വിവാഹം ആശീർവദിക്കുന്നതിനും വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട ജോസ് കൊച്ചറക്കലച്ചൻ നമ്മോടൊപ്പമുണ്ട്. മധ്യത്തിൽ നിൽക്കുന്നത് അച്ഛനാണ്. നമ്മുടെ മുൻ വികാരിയും സ്കൂളിൻ്റെ മാനേജരും ഒക്കെ ആയിട്ട് അച്ഛൻ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ദീർഘനാൾ 8-9 വർഷത്തോളം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രൂപതയുടെ പ്രൊക്കുറേറ്ററായിട്ട് അച്ഛൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൂടെ അച്ഛൻ്റെ അപ്പുറത്ത് വലതുവശത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷിയച്ഛനാണ്. ജോഷിയച്ഛൻ മുൻ വികാരിയച്ഛനാണ്. ഇത് തൊട്ട് മുൻപുള്ള വികാരിയച്ഛൻ. സ്കൂളിൻ്റെ മാനേജരായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയും ചെയ്യുന്നു. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇടതുവശത്ത് നിൽക്കുന്നത് പ്രിയപ്പെട്ട കിരൺ തൊണ്ടിപ്പറമ്പിലച്ഛനാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ആണ്. അച്ഛനെ 1 വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് അച്ഛൻ ജോഷി അച്ഛനോടും ഇപ്പോൾ എന്നോടും ചേർന്ന് എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വചന സന്ദേശമൊന്നും ഞാനിപ്പോഴും നൽകുന്നില്ല. അതൊക്കെ നൽകാനായിട്ട് ഇവർ തന്നെ ധാരണയായിട്ടുണ്ടാകും. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഇവർക്ക് സമൃദ്ധമായിട്ട് ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ 2 കുടുംബങ്ങൾ കൂടിയാണ്, കരിക്കൽ മാണിക്കനാമ്പറമ്പിൽ കുടുംബങ്ങൾ കൂടിയാണ് സ്നേഹത്തിൽ ഒന്നിച്ച് പോവുക മുന്നോട്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്നും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകേണ്ടതാണെന്നുള്ള വലിയ ചിന്തയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ജീവിതം നയിക്കുവാനുള്ള തീരുമാനം ഇവരെടുത്തുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകട്ടെ. അതിനുള്ള എല്ലാവിധ നന്മകളും ദൈവത്തിൻ്റെ കൃപകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു
സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശ്രയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശ്രയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശ്രയമെന്നേക്കും. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ, ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മന്ദിരവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ യെരൂശലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും ആമേൻ. ഉയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനതുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന, അധ്യായം 5 20 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. എപ്പോഴും എല്ലാറ്റിനെയും പ്രതി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് എന്ന പോലെ ആയിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്.
ഈശോ തന്നെ ശരീരത്തിൻ്റെ രക്ഷകനും സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ. അത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ വിശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണനായ സഭയെ കറയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ, പരിശുദ്ധയും കളങ്കരഹിതയുമാക്കാനുമാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹ സഭയെ എന്നതുപോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നൽവൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തൊഴുന്നിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തുലിത പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെയും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയ വേദിയിലെ നവ വധുവരന്മാരെ, അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രങ്ങളെ, ഇന്ന് ഈ
വിശുദ്ധ കൂദാശ ചടങ്ങിൽ പങ്കെടുത്ത് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇവർക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനുമായി ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആശംസകൾ നേരുകയും ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് കർത്താവിയുടെ സമീപം വന്ന് ദൈവത്തിന് മുന്നിൽ എടുക്കുകയാണല്ലോ. ഇന്നു മുതൽ ഭാര്യയും ഭർത്താവുമായി ദമ്പതികളായി ഒന്നിച്ച് ജീവിച്ചോളാം. ആ യാത്രയിൽ കടന്നു വരുന്ന സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും എല്ലാം ഒരുമയായി ഒരേ മനസ്സോടുകൂടെ നേരിട്ടുകൊള്ളാണ്. അങ്ങനെ സ്വയം വിശുദ്ധീകരിച്ചും പരസ്പരം വിശുദ്ധീകരിച്ചും കുടുംബത്തിന് രൂപം നൽകി ദൈവം നൽകുന്ന മക്കളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അവർക്ക് ജന്മം കൊടുത്ത് അവരെ ദൈവവിശ്വാസത്തിലും ഉത്തമ മൂല്യങ്ങളിലും വളർത്തി സഭയ്ക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിലും ഗുണമുള്ളവരാക്കി അവരെ രൂപപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ ദമ്പതികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണമായി നിർവഹിച്ച് ദൈവത്തിന് മുൻപിൽ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്നുമുള്ള പ്രതിജ്ഞയോടും പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെയാണ് നിങ്ങൾ ഈ ബലിവേദിയുടെ മുൻപിൽ നിൽക്കുന്നത്. കേരളത്തിൻ്റെ 2 ദിക്കുകളാണ്. കുറേ വ്യത്യാസങ്ങൾ നാടുകൾ തമ്മിലുണ്ട്. അതിനനുസരിച്ച് ജനിച്ചതും ജീവിച്ചതുമായ പഠിച്ചതും വളർന്നതുമായ ജീവിത സാഹചര്യങ്ങളിലും അല്പസ്വല്പമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അടിസ്ഥാനപരമായി രണ്ടുപേരും നല്ല ക്രൈസ്തവ കുടുംബത്തിൽ ആണ് ജനിച്ചത്. ക്രൈസ്തവ മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും പരിശീലനത്തിലുമാണ് വളർന്നത്. അതിൻ്റെതായ ചില സാധർമ്മ്യങ്ങൾ തീർച്ചയായും ഉണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഇടങ്ങളിലും സാഹചര്യങ്ങളിലും പശ്ചാത്തലങ്ങളിലും ജനിച്ച് വളർന്നവരെന്നുള്ള നിലയിലുള്ള വ്യത്യാസങ്ങളും തീർച്ചയായും ഉണ്ട്. ഇതെല്ലാം ഇനി പൊരുത്തപ്പെടുത്തി സമ്മേളിപ്പിച്ച് രണ്ടിലുമുള്ള സ്വീകാര്യമല്ലാത്ത ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ അരിച്ചു മാറ്റി സ്വീകാര്യമായ ഘടകങ്ങളെ എല്ലാം ഒന്നിച്ചു ചേർത്ത് ഹൃദയ ഐക്യത്തോടെ മനപ്പൊരുത്തത്തോടുകൂടെ ഇവർ ഇനി മുതൽ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് വരികയാണ് രേഷ്മ, കരിക്കൽ കുടുംബത്തിലേക്ക്. ഈ ബേബിച്ചേട്ടൻ്റെയും ഷൈനി ചേച്ചിയുടെയും മരുമകളായിട്ട് രണ്ട് മക്കളുണ്ട്. മകളെ നേരത്തെ കടിച്ചു വിട്ടു. ഇനി കരിക്കൽ വീട്ടിൽ ആദർശാണുള്ളത്. ആദർശൻ്റെ ജീവിതത്തിലേക്ക് രേഷ്മ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ആ കുടുംബത്തിലേക്കുമാണ് കടന്നു വരുന്നത്. ബേബിച്ചേട്ടനെ പിതാവായും ഷൈനി ചേച്ചിയെ അമ്മയായും സ്വീകരിച്ച് അടുത്ത തലമുറയിൽ ഈ കുടുംബത്തെ മനോഹരമായി നയിക്കുവാനും പോഷിപ്പിക്കുവാനുമൊക്കെയുള്ള എല്ലാ ദൗത്യവും ഏറ്റുകൊണ്ടാണ് വരുന്നത്.
പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, പരസ്പരം വ്യക്തികൾ തമ്മിൽ വിശ്വാസം ഉണ്ടായിരിക്കുക, ആശയവിനിമയങ്ങൾ ആവശ്യാനുസൃതം നടത്തുക, സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ പരിശ്രമിക്കുക. സഹനങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ കുടുംബജീവിതം അസാധ്യമാണ്. അതല്ലെങ്കിൽ താഴെ മുതിർന്ന തലനരച്ചവരും അല്ലാത്തവരുമായ കാരണവന്മാരോട് ചോദിച്ചു നോക്കിക്കോളൂ. സഹനങ്ങളും വിട്ടുവീഴ്ചയ്ക്കും ക്ഷമിക്കാനും കോട്ടയം കൊണ്ടുവെക്കാനും വിട്ടുകളയാം എന്ന് വിചാരിക്കാനും തയ്യാറല്ലെങ്കിൽ ഒരു കുടുംബവും രക്ഷപ്പെട്ട ചരിത്രമില്ല. അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെല്ലാം സന്നദ്ധമാകുന്നിടത്ത് വെച്ചാണ് കുടുംബം മുന്നോട്ട് പോകുക എന്നുള്ളതിന് സംശയമില്ല. അതിന് നമുക്ക് വലിയ കരുത്ത് നൽകുന്നതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. ജോലിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലും ഇടങ്ങളിലുമാണെങ്കിലും ഇപ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഓൺലൈനിൽ പോലും പറ്റും. 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും ഒന്നിച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ പോലും സാധിക്കുന്ന കാലമാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ഭക്ഷിക്കാനുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കി നിലനിർത്തുക. ഇതെല്ലാം നമുക്ക് മുന്നോട്ടുള്ള കാലത്ത് അനിവാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹം, പൊതു ഇടങ്ങൾ എല്ലാം ഭദ്രതയുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ, സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടെ ഉള്ളൊരു കുടുംബജീവിതം നയിക്കുന്നതിന് ഒത്തിരി പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒത്തിരി ഘടകങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ അല്പം താമസിച്ചാണല്ലോ തുടങ്ങിയത്. ഇനിയും ഒത്തിരി ചടങ്ങുകൾ പൂർത്തിയാകാനുണ്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, വധുവരന്മാരുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരുടെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ആ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ഭാഗത്തു നിന്നുള്ള സാക്ഷികൾ മുന്നോട്ട് വരുന്നില്ല. ആദർശ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ രേഷ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. രേഷ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആദർശനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയോടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുണിവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർത്ത കല്യാണരൂപരാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു.
ഇരുവരും വിശുദ്ധ ഗ്രന്ഥത്തിൽ വലതുകരം ചേർത്ത് വെച്ച് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങൾ തലകൊടുത്ത് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ അസ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
സുദൃഢവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രക്ഷകളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൽ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നാഥനായ പിതാവിന്റെയും ആദേശം ഇവരുടെ കുടുംബത്തെ ശുദ്ധമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനവരെ സഹായിക്കുമാറാകട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ അറിഞ്ഞുകൂടാ.
ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയക്ക് മുത്താരം മുത്തല്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة. عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب، مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد. عطني رقصة فريسة زيد عليها شوي عندي بيزة، حق المحتر اللي نعرفه صيده سوي لي وقفة انا هيبة. عيل سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا سولي رقصة ثانية رقصة البطريق ولا سبت ثيمان. يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి, కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. స్వప్న సుందరి నీ మడత సూపు నా పటేల బంధ పందిరి, రచ్చరాజ గుండె ఊపిరి నీ వంక గుండె గుండెలోన నీరి డిరిడిరి. కుర్చీని మార్చబెట్టి కుర్చీని మార్చబెట్టి आशिकों में जिसका टाइटल टाइटैनिक, ओ आशिकों में जिसका टाइटल टाइटैनिक, मुआ किनारा दिखा कर डुबा दे गया झल्ला मेरा आशिक झल्ला बल्ला मेरा बलमा झल्ला बल्ला मेरा झल्ला बल्ला बल्ला. नवराई माझी लाडाची ग आवडहिला चंद्राची ग, नवराई माझी नवसाची ग अप्सरा जशी इंद्राची ग. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ. सद्गुण जय श्री राम रारवेणु गोपाल राजित सद्गुण अंबाड़ी कुयलल्ले उन्नोड कुळलल्ले नरवण्ण कुळवल्ले नी
നിങ്ങൾക്ക് ആരാ? അല്ല പാട്ടല്ലേ കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഡാൻസ്. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ കോടതി മുട്ടിയിരിക്കുക. അപ്പോഴാ 10-30 ജനം വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റി പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറുന്നു. നിനക്കൊക്കെ ചോദിക്കാനും പറയാൻ വീട്ടിലാരുമില്ലേ? പൊടി പൊടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞാ പൊട്ടപ്പെട നോക്കടാ. ഇനിയൊന്നും ഞാൻ പറഞ്ഞില്ല. നീ എന്താന്ന് വെച്ചാൽ ആരോഗ്യം കൊച്ചമ്മി പെണ്ണ് വന്നാ തുണുക്കു കൺമണിയേ നുണക്കു വിജയകളാ മാടപ്രാവിട പോലെ കുരുക്കിലാക്കണം. മുത്താരം മുകിലാൻ മുത്തമേകണം. I love you. பக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு. பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு. கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத. சாரு சாரு யாரு பிரபு ஜோய் அள்ளி அள்ளி கொடுத்தா பிரபு ஜோய். சாரு சாரு யாரு பிரபு ஜோய் அள்ளி அள்ளி கொடுத்தா பிரபு ஜோய். சத்து சத்துன்னு அடியை போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாம ஒன்னா பந்தயம் போட்டு நாம்பிய போல வந்தண்டி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கொட்டுக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட். முஞ்சா என்ன கூண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்பாட்டு. உன்னை கூட்டுன்னு போவேன் ஜீப்ல வச்சு கட்டின பொண்டாட்டி. அவங்க டாக்டர் இல்லாம வரவே வாங்க உன்னோட மாமியா. பெரிய டான்ஸ் வரா கிடண்டி என்னோட ஏரியா. உண்டோ சூப்பர் சீட்டோ பிளாட்டே மரியா. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് നമ്മുടെ ബൈബിളിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. എന്ത് വാചകമാണെന്ന് അറിയാമോ? നമ്മുടെ ഉത്തമ ഗീതത്തില് പ്രേമത്തെ പറ്റിയും സ്നേഹത്തെ പറ്റിയും പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വാചകമാണ് ഇത്രയും സുന്ദരിയുമായ എൻ്റെ ബ്രദറും സിസ്റ്ററും എനിക്ക് മനസ്സിൽ വന്നത്. ആ വാചകം ഇങ്ങനെയാണ്. ഉത്തമ ഗീതം ചാപ്റ്റർ 6 പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയതമൻ്റെതാണ്, പ്രിയതമൻ എൻ്റെയും. ആ വാചകമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. വിവാഹം, മാരേജ് എന്ന് പറയുന്നത് പരസ്പരം സ്വതന്ത്രമായ ഒരാളെ തിരഞ്ഞെടുക്കുകയും പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വന്തമാക്കി തമ്മിൽ സ്വന്തമാക്കുന്ന ഒരു സന്തോഷമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ആദ്യമായി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മണവാളനെയും മണവാട്ടിയെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് നമ്മുടെ മണവാട്ടിയെ പരിചയപ്പെടാം അല്ലേ? ലേഡീസ് ഫസ്റ്റ് അല്ലേ? എവിടെ ലേഡീസ്? ലേഡീസ് ഫസ്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ രേഷ്മ കുട്ടിയെ പരിചയപ്പെടാം. രേഷ്മ ജനിച്ചു വളർന്നത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ രേഷ്മ MSc കെമിസ്ട്രി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കഴിഞ്ഞിട്ട് ജൂക്കോസ് എന്ന കമ്പനിയിൽ അവിടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ അപ്പു എന്നാണ് വിശേഷിപ്പിച്ചത്. ഞങ്ങൾക്ക് ആദർശ പേര് ഭയങ്കര ഫെമിലിയർ അല്ല. ഞങ്ങൾ ചെറുപ്പം മുതലേ വിളിച്ച് ശീലിച്ചത് അപ്പു എന്നാണ്. അപ്പോൾ അപ്പു എന്ന് പറയുന്ന ആദർശ് കുട്ടൻ കൽപ്പറ്റയിലാണ് ജനിച്ചു വളർന്നത്. അതിനുശേഷം അവൻ ഫുഡ് ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ലവ്ലി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലെ സോഡെക്സ് എന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാമോ രണ്ടുപേർക്കും? അപ്പോൾ ഈ ഒരു സെറമണി എന്ന് പറയുന്നത് ഈ രണ്ട് ഇണക്കുരുമയുടെ ഒന്നിക്കലിട്ട ഒരു നിമിഷമാണ്. ഇവര് കോളേജിൽ ഒരുമിച്ച് പഠിച്ചു, ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ തോന്നി ഇവിടെ വിട്ടാൽ ശരിയാവില്ലെന്ന് അപ്പോഴും തോന്നി. അങ്ങനെ അവളെ ജീവിത സഖിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ദൈവമായിട്ടാണ് അവരെ ഒന്നിച്ച് ഈ ഒരു വേദിയിൽ നിർത്താനായിട്ട് അനുഗ്രഹിച്ചത്. അപ്പോൾ അവർ ഈ വേദിയിലേക്ക് ഒന്നുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ നേരുന്നു. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ബ്രൈഡിന്റെ ഫാമിലിനെ
പരിചയപ്പെടാം. ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ മാത്രം തമ്മിൽ ഒന്നിക്കുന്ന ഒന്നല്ല, രണ്ട് ഫാമിലിയാണ് ഇവിടെ ഒന്നിക്കുന്നത്. അപ്പോൾ മാണിക്കനാപ്പറമ്പിൽ എന്നുള്ള ഫാമിലി കരിക്കൽ ഫാമിലിയുമാണ് ഇവിടെ ഒന്നിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രൈഡിന്റെ ഫാമിലിയാണ് നമുക്ക് പരിചയപ്പെടാം. രേഷ്മയുടെ പപ്പ ഡോക്ടർ ജോയി മാത്യു, അങ്കിളിപ്പോൾ മാർ ബെസിലിയസ് ഡെന്റൽ കോളേജിലെ പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രേഷ്മയുടെ അമ്മ സ്മിത ആൻറ്റി ഒരു ഓൺട്രപ്രണറാണ്. സ്വന്തമായിട്ട് ക്രെംലഷ് എന്ന് പറഞ്ഞ ഒരു സംരംഭമുണ്ട് ആൻറ്റിക്ക്. നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫുഡും ഒക്കെ ആൻറ്റി ഉണ്ടാക്കി തരും. അപ്പോൾ രേഷ്മയുടെ ഫാമിലിയാണ്. പിന്നെ രേഷ്മയുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് അനിയത്തി കൂടിയുണ്ട്, ദിയമോള് ഇപ്പോൾ ഫൈനൽ ഇയർ BCom സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ബ്രൈഡിന്റെ ഫാമിലിയുടെ എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈ കൊടുക്കാമോ? അടുത്ത നമ്മുടെ അപ്പുവിന്റെ ഫാമിലിയാണ്. അപ്പുവിന്റെ പപ്പ KT ബേബി, ഞങ്ങളുടെ ബേബി ചാച്ചൻ. പേര് പോലെ തന്നെ ബേബിയെ പോലെ തന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചാച്ചനാണ് ഞങ്ങള്. അപ്പൊ ചാച്ചനെയും ഷൈനു ആന്റിനെയും അതോടൊപ്പം തന്നെ അപ്പുവിന് ഒരു സിസ്റ്റർ ആണുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്രദറിലോയും ഉണ്ട്. അഞ്ജനെയും കെവിനെയും ബേബി ചാച്ചനെയും ഷൈനു ആന്റിനെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ലൊരു കൈ കൊടുത്തേ. So family is getting bigger. ഇതാണ് ഫാമിലി. അപ്പുവിന്റെയും രേഷ്മയുടെ ഫാമിലിയാണ് ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്നത്. മനോഹരമാക്കാനും പ്രകാശിതമാക്കാനും വേണ്ടിയിട്ട് സെറിമണിയാണ് അടുത്തതായിട്ട് നടക്കുന്നത്. ഈ ക്യാൻഡിൽ കത്തിച്ച് അത് പ്രകാശിക്കുന്നത് പോലെ അവരുടെ ജീവിതം പ്രകാശപൂരിതമാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പുവിനെയും രേഷ്മയെയും ഫ്രണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാം. അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് തിരി തെളിയിച്ചുകൊണ്ട്. ഈ തിരി കത്തിച്ചൊരിക്കുന്നത് പോലെ ഇവരുടെ ജീവിതവും ഇതുപോലെ തന്നെ പ്രകാശിതമായി തീരട്ടെ. അടുത്തതായിട്ട് ബേബി ചാച്ചൻ ഷൈനാജി. ജോലിയും സുരേഷ്. ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാം ഒന്നുകൂടി. താങ്ക് യു. അടുത്തത് കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. അപ്പു രേഷ്മയെ ഫ്രണ്ടിലേക്ക് നിൽക്കാം. കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് പങ്കിടാം. ഈ കേക്കിൻ്റെ മധുരം പോലെ നിങ്ങളുടെ ജീവിതവും മാധുര്യമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, വിവാഹമെന്ന കുദാശ സ്ഥാപിച്ച് സ്ത്രീയെ പുരുഷനെയൊക്കെ ഒന്ന് ജീവിക്കാൻ അവതരിച്ചെടുത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ആദർശനെയും രേഷ്മയെയും ആ കുദാശയിലൂടെ അങ്ങ് ഒരു പുതിയ കുടുംബത്തിന് നന്ദി കൊടുത്തിരിക്കുകയാണ്. സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഇവർക്കും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടെയാണെന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറയുകയുണ്ടായില്ല. അത് അനുസരിച്ച് ഈ രണ്ട് കുടുംബങ്ങളും ഒരുപോലെ ഐക്യത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും മുന്നോട്ട് പോകുന്നതിനും എല്ലാ കാര്യങ്ങളിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രസംഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയെന്നല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുണ്ടാകുന്നത് ഒരു തരത്തിലും നല്ലതുമാണ്. അത് കഴിഞ്ഞുള്ള അവരുടെ ആയോജിപ്പ്, അവിടെയാണ് സ്നേഹത്തിൻ്റെ വില നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. 55 വർഷക്കാലത്തെ വിവാഹ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെത്താനെ സമാധാനം കണ്ടെത്താനാകാതൊന്നും ശ്രമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ള സഹായം തേടി മുന്നോട്ട് പോകാനുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, പരിശുദ്ധ അമ്മയെ, മാതാവെ, ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. സമാധാനത്തിൽ ജീവിക്കാൻ ഇടവരുത്തണമേ. സദസ്സനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവിശ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെന്ന് പറഞ്ഞ അറിയാമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയയുള്ള മാതാവേ, ഈശോയെ വിവാഹം ഉറപ്പിച്ചിട്ട് ഏതാണ്ട് 1 വർഷമായി. ഈ 1 വർഷക്കാലം ചെറിയ തടസ്സങ്ങളല്ലാതെ യാതൊരു തടസ്സം ഉണ്ടാകുന്നതിന് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല കാലാവസ്ഥ തന്നതിനും നല്ല ഭക്ഷണത്തിന് അനുഗ്രഹിച്ചതിനെല്ലാം കൂടി ഈശോയെ The rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Love is a journey, we'll steady the course, fight for each other no matter the score. Through heartache